വികസനത്തിന്റെ പേരിൽ റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാർക്കും ജീവനക്കാർക്കും ഒരേപോലെ ദുരിതം. കൊല്ലം റെയിൽവേ സ്റ്റേഷനിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പേര് പറഞ്ഞ് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നിഷേധിക്കുന്നത്. കൊല്ലം റെയിൽവേ സ്റ്റേഷൻ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായി കോടികൾ മുടക്കിയുള്ള നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ടിക്കറ്റ് ബുക്കിംഗ് കൗണ്ടറുകളും ഇൻഫർമേഷൻ സെന്ററും റെയിൽവേ സ്റ്റേഷന് പുറത്ത് താൽക്കാലിക കേന്ദ്രമൊരുക്കി മാറ്റി സ്ഥാപിച്ചിരിക്കുന്നു. എന്നാൽ ഇവിടെ വേണ്ടത്ര സൗകര്യങ്ങൾ പോലുമില്ലാതെ യാത്രക്കാർ ഏറെ ബുദ്ധിമുട്ടുകയാണ്. ഇടുങ്ങിയ സ്ഥലത്ത് ചുരുങ്ങിയ കൗണ്ടറുകൾ മാത്രം ക്രമീകരിച്ചിരിക്കുന്നതിനാൽ തിരക്ക് വർദ്ധിക്കുന്നതോടെ യാത്രക്കാർ വലയുകയാണ്. 3 കൗണ്ടറുകളുള്ളതിൽ ഒന്ന് തിരക്ക് കൂടുന്ന ദിവസങ്ങളിൽ മാത്രമായി പ്രവർത്തിപ്പിക്കാനാണ് തീരുമാനം. ഇതുതന്നെയാണ് ട്രെയിൻ പോയാലും ടിക്കറ്റ് കിട്ടാത്ത രീതിയിൽ നിരയുടെ നീളം കൂടാൻ കാരണം. യാത്രക്കാർ മാത്രമല്ല, ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും ദുരിതം തന്നെ. തകര ഷീറ്റുകൾ മേൽക്കൂരയിൽ പാകിയും മറച്ചും ഒരുക്കിയിട്ടുള്ള താൽക്കാലിക ഓഫീസുകളിൽ കടുത്ത ചൂടിലിരുന്ന ഉദ്യോഗസ്ഥരും വെന്തുരുകുകയാണ്. ADRMന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ ഇത്തരം ദുരിതങ്ങൾക്ക് അടിയന്തരമായി പരിഹാരം കാണണമെന്ന സ്റ്റേഷൻ അധികൃതർക്ക് നിർദ്ദേശം നൽകിയെങ്കിലും ഇതുവരെയും പാലിക്കപ്പെട്ടിട്ടില്ല. 2026 പണി പൂർത്തീകരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്നാൽ 1 വർഷം കഴിഞ്ഞാലും ജീവനക്കാരുടെ ഷിഫ്റ്റിംഗ് ഉൾപ്പെടെ പൂർത്തിയാകുമോ എന്ന് കണ്ടറിയണം. റെയിൽവേ സ്വകാര്യവൽക്കരണത്തിന്റെ വിദൂര ലക്ഷ്യത്തിന്റെ ഭാഗമാണ് കൗണ്ടറുകൾ ചുരുക്കി വൈൻഡിംഗ് മെഷീനുകൾ വ്യാപിപ്പിക്കുന്നതടക്കമുള്ള നടപടികളെന്നാണ് ജീവനക്കാരുടെ ആക്ഷേപം. പല സ്റ്റേഷനുകളിലും തപാൽ സർവീസ് നിർത്തലാക്കുന്നതും ഇതിന്റെ സൂചനയാണെന്നും ആരോപണമുണ്ട്. അമൃത ന്യൂസ്, കൊല്ലം. 1.5 മണിക്കൂർ കാത്തിരുന്നാലും കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെ പുതിയ താൽക്കാലിക കൗണ്ടറിൽ ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥയാണെന്നാണ് യാത്രക്കാർ പറയുന്നത്. റെയിൽവേ സ്റ്റേഷൻ നവീകരണം അനിവാര്യമാണെങ്കിലും ജനങ്ങളെ ഇങ്ങനെ നരകിപ്പിക്കുന്ന രീതികൾ പ്രതിഷേധാർഹമാണെന്നും പറയുന്നു. ആ പ്രതികരണങ്ങളിലേക്ക്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നായി കൊല്ലം റെയിൽവേ സ്റ്റേഷൻ വളർന്ന കാര്യം റെയിൽവേ അധികൃതർ വിസ്മരിച്ചുകൊണ്ടാണ് നവീകരണത്തിൻ്റെ പേരിൽ പുതിയ കൗണ്ടർ തുടങ്ങുകയും ഇവിടെ വരുന്ന യാത്രക്കാർ വലയുകയാണ്. ഇപ്പോൾ ഞാൻ തന്നെ വന്നിട്ട് ഏതാണ്ട് 1.5 മണിക്കൂറോളമായി. വന്നിട്ട് തിരിച്ചു പോയിട്ട് വീണ്ടും വന്നതാണ് ടിക്കറ്റിന് വേണ്ടി. വലിയ ക്യൂ ആണ് എപ്പോഴും ഇവിടെ ഈ കൗണ്ടറിൻ്റെ മുന്നിൽ കാണുന്നത്. അതുകൊണ്ട് കൂടുതൽ കൗണ്ടറുകൾ ഏർപ്പെടുത്തണം. താൽക്കാലിക ഷെഡാണെങ്കിലും 2 കൗണ്ടറുകൾ കൊണ്ട് മതിയാകത്തില്ല. ഇപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ട് 1 മണിക്കൂറോളം ക്യൂ നിൽക്കുകയാണ്. ഇപ്പോൾ 1-2 കൗണ്ടർ കൊണ്ട് പറ്റത്തില്ല. നവീകരണത്തിൻ്റെ ഭാഗമായാണ് ഈ ക്രമീകരണങ്ങൾ ചെയ്യുന്നെങ്കിൽ തന്നെയും ഇതിനകത്ത് എന്തെങ്കിലും പ്രത്യേക അജണ്ടയുണ്ടോ, അല്ലെങ്കിൽ ഇനിയും അത് സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണോ ഇങ്ങനത്തെ ക്രമീകരണം ചെയ്യുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷേ ഇത് പൊതുജനത്തിന് ബുദ്ധിമുട്ടാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു റെയിൽവേ സ്റ്റേഷൻ എന്ന നിലയിൽ കൊല്ലത്ത് ഒരു നവീകരണത്തിൻ്റെ ഭാഗം നടക്കുമ്പോൾ തന്നെ ജനങ്ങളുടെ ഭാഗം കൂടെ മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിലുള്ള ക്രമീകരണം യാത്രയ്ക്കുള്ളത് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. നമ്മൾ വന്ന് നിന്ന് ടിക്കറ്റ് എടുത്ത് നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ആ ട്രെയിൻ മിസ്സാവും. അപ്പോൾ കഴിവതും ഇവിടെ 1-2 കൗണ്ടറും കൂടി എക്സ്ട്രാ ആകണം. ഇവിടെ വന്ന് ക്യൂ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ക്യൂ. അതിൻ്റെ കൂടെ ഈ ചൂടും ഇവിടുത്തെ ഈ ഷീറ്റിൻ്റെ ചൂടും, പിന്നെ അത്യാവശ്യം ഒരാൾ ദേഹം കുഴഞ്ഞ് അന്ന് ഇരിക്കണമെന്ന് വിചാരിച്ച് ഇരിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം പോലും ഇല്ല. 5 മണിക്കത്തെ ട്രെയിനിന് പോകണമെങ്കിൽ രാവിലെ 3 മണിക്കേ വന്ന് നിൽക്കണം. അതുപോലെ തന്നെ നമ്മൾ റിസർവേഷൻ ചെയ്യുന്ന തൽക്കാലിൻ്റെ സെറ്റപ്പും അത് ഈ പറഞ്ഞ കണക്ക് 2 കൗണ്ടർ ഉണ്ടൊന്നും പാടാം. 1, 2, 3 കൗണ്ടർ കൊടുക്കണം. ആകെ കിട്ടുന്ന നമുക്ക് തൽക്കാലം എടുക്കാൻ 10 മിനിറ്റിനകത്ത് ഇത്ര ടിക്കറ്റ് എടുത്ത് മാറിപ്പോവും. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത സുജിത് സുരേന്ദ്രൻ ചേരുകയാണ്. സുജിത, കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നവർ ശരിക്കും ബുദ്ധിമുട്ടുന്നു അല്ലേ? കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന യാത്രക്കാർ ഏറ്റവും വലിയ ദുരിതമനുഭവിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇവിടെ താൽക്കാലികമായി സ്ഥാപിച്ചിട്ടുള്ള ടിക്കറ്റ് കൗണ്ടറുകളിൽ 3-2 മാത്രമാണ് മിക്കവാറും പ്രവർത്തിക്കുന്നത്. ഇത് നിരവധി യാത്രക്കാർ മണിക്കൂറുകളോളം നിരയിൽ കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് ഇതുമൂലം കാണാൻ സാധിക്കുന്നത്. പലർക്കും ട്രെയിൻ പോയി കഴിഞ്ഞാൽ പോലും ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. തിരക്ക് കൂടിയാൽ മാത്രം തുറക്കേണ്ട ഒരു കൗണ്ടർ പോലും പലപ്പോഴും തുറന്ന് പ്രവർത്തിക്കാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇതുമൂലം ഈ കൗണ്ടറിന് മുന്നിൽ പല ദിവസങ്ങളിലും വഴക്കും ഇപ്പോൾ പതിവാകുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത്. അതുപോലെ തന്നെ ഈ നവീകരണത്തിൻ്റെ ഭാഗമായി ഓഫീസുകളും ഇത്തരത്തിൽ സമാനമായ രീതിയിൽ തകര ഷീറ്റുകൾ പാകിയ ചില ഇടങ്ങളിലാണ് താൽക്കാലിക സംവിധാനത്തിലാണ് പല ഓഫീസുകളും പ്രവർത്തിക്കുന്നത്. ഇതിനുള്ളിൽ പോലും ഓഫീസർ ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്കും കൃത്യമായി ജോലി ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. കടുത്ത ചൂടിലും ആളുകൾക്ക് വളരെ വലിയ ബുദ്ധിമുട്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ അനുഭവിക്കുന്നു. ഇവിടേക്ക് എയർ കണ്ടീഷണറുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി ADRM മീറ്റിംഗിൽ പരിശോധനയ്ക്ക് വന്ന ADRM മീറ്റിംഗിലും ഒപ്പം തന്നെ ഇവിടെ വന്ന സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഇത് കൃത്യമായി പാലിക്കാതെ ഇപ്പോഴും ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ ജീവനക്കാരെയും ശരി സുജിത്ത്, വികസനത്തിന്റെ പേരിൽ റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരും ജീവനക്കാരും
ഒരുപോലെ അനുഭവിക്കുന്ന ഈ ദുരിതത്തിന് അധികൃതർ പരിഹാരം കാണണം എന്ന ആവശ്യമാണ് ടോപ് 10 മുന്നോട്ട് വയ്ക്കാനുള്ള വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു സുജിത് സുരേന്ദ്രൻ.